ഇതാണ് കേട്ടോ നൈട്രജൻ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത നൈട്രജൻ. നിങ്ങളുടെ അടുക്കളത്തോട്ടങ്ങൾക്ക് ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ഈ സാധനം മതി. നമ്മൾ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവകരമായിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നൈട്രജൻ, മഗ്നീഷ്യം, അയൺ ഇത് മൂന്നും കൂടി അടങ്ങിയ ഒരു ഉത്തമ ഫെർട്ടിലൈസർ ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത് കുറച്ച് വാളംപുളി വേണം. ഇത് വാളംപുളിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഒരു 25 ഗ്രാം ഉപ്പ് വേണം. ഈ വാളംപുളി 25 ഗ്രാമേ ഉള്ളൂ കേട്ടോ. ഒരു 25 ഗ്രാം ശർക്കര വേണം. ഇത് മൂന്നും വേണം. പിന്നെ ഈ വാളംപുളി നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് ചാലിച്ചെടുക്കുക. അതായത് പുളിവെള്ളം ആക്കി എടുക്കുക. നന്നായിട്ട് ചാലിച്ച് പുളിവെള്ളം റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞത് കർഷകർക്ക് ഏറ്റവും ഉപദ്രവമുള്ള ഒരു സാധനമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കണേന്ന്. ഈ കള, കർഷകർക്ക് ഏറ്റവും ഉപദ്രവമുള്ള കള മൊത്തം നമുക്ക് പറിച്ച് ഇതിനകത്ത് ഉപയോഗിക്കാം. ഇത് ഏതാണ്ട് 5 കിലോയോളം കള പറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വേരിലെ മണ്ണൊക്കെ അത്യാവശ്യം കഴുകി കളഞ്ഞിട്ടുണ്ട്. മണ്ണൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തേക്കണതാണ്. പിന്നെ നമുക്ക് ഈ ഉപ്പ് ഒരു 10 ലിറ്റർ വെള്ളത്തിലോട്ട് ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 10 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തു. ഇനി അപ്പോൾ നമ്മൾ ആ ചാലിച്ച് വെച്ചാണ് നമ്മുടെ ആ പുളിവെള്ളം ഇല്ലേ, ആ പുളിവെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ശർക്കര, ഈ ശർക്കരയിലാണ് ഇതിൻ്റെ ടെക്നിക്ക് മൊത്തം ഇരിക്കണം കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാൽ ശർക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശർക്കര പുളിയും ഉപ്പുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ വേറെ എന്തിട്ട് കൊടുക്കണോ, ശർക്കര പുളിയും ഉപ്പുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ വെള്ളത്തിൽ വേറെ എന്തിട്ട് കൊടുക്കണോ ആ സാധനത്തിലുള്ള മൂലകങ്ങളൊക്കെ ഈ വെള്ളത്തിലോട്ട് ലയിപ്പിക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഴുകി വെച്ചാണ് കള നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ഈ വീപ്പയ്ക്കകത്തോട്ട് നമുക്ക് നിറച്ചു കൊടുക്കണേ. അപ്പോൾ വീപ്പയ്ക്കകത്തോട്ട് നമ്മൾ കഴുകി വെച്ചാർന്ന കള ഇതുപോലെ തിക്കി നിറച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ലായനിയില്ലേ, ആ ലായനി കൊണ്ടുവന്ന് നമുക്ക് നമ്മൾ കള നിറച്ച വീപ്പയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കപ്പോ ഈ കള അല്പം ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിടാം കേട്ടോ. മൊത്തം വെള്ളത്തിൽ മുക്കിയിടുക. ഇനിയപ്പോൾ നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. ഈ വീപ്പ അടയ്ക്കാം കേട്ടോ. വീപ്പ അടച്ചിട്ട് ഇനി ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ദിവസം കൂടുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനം ഒന്ന് ഇളക്കി കൊടുക്കണം. 7ാമത്തെ ദിവസം നമ്മൾ ഈ ചണ്ടി എടുത്ത് പള്ളേ കളയും. എന്നിട്ട് നമ്മൾ ഈ ലായനി നമുക്ക് എടുത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ പയറുവർഗ്ഗ ചെടികൾക്കൊക്കെ ഒത്തിരി ആവശ്യമുള്ള സാധനമാണ് ഈ നൈട്രജൻ എന്ന് പറഞ്ഞാൽ. ഇത് നൈട്രജൻ മാത്രമല്ല, നൈട്രജനും മഗ്നീഷ്യവും അയണും ഒക്കെ അടങ്ങിയ ഒരു ഉത്തമ ഫെർട്ടിലൈസർ ആണ് കേട്ടോ.